ഹലോ, നമുക്ക് ക്വസ്റ്റ്യൻ 17 തുടങ്ങി നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫസ്റ്റ് വൺ ഫ്രീഡം ഓഫ് ആക്ഷൻ. ഡെലിഗേഷനിൽ വന്നത് മോർ കൺട്രോൾ ബൈ സുപ്പീരിയേഴ്സ് ആൻഡ് ഹെൻസ് ലെസ് ഫ്രീഡം ടു ടേക്ക് ഓൺ ഡിസിഷൻസ്. ഡീസെൻട്രലൈസേഷൻ വരുന്നത് ലെസ് കൺട്രോൾ ഓവർ സബോർഡിനേറ്റ്സ് ആൻഡ് ദെർഫോർ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ആക്ഷൻ. ദെൻ പേർപ്പസ് to reduce the workload of superior on delegation. Decentralization വന്നത് to increase the role of subordinates by giving them more autonomy. Nature ആണെങ്കിൽ delegation, it is a compulsory act as no individual can perform all tasks on his own. Decentralization, it is optional. It is at the discretion of the top management. Question number 18. Briefly explain any 3 types of on-the-job training methods. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ഞങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിക്കുകയാണ് കുട്ടികൾ ഇതെങ്ങനെയാണ് എഴുതിയത് എന്നുള്ളത്. കാരണം ഭയങ്കര ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നേക്കുന്നത്. ഈസി ആയിട്ട് കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ടൈപ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. അതിൽ അപ്രൻറ്റൈസ്ഷിപ്പ് പ്രോഗ്രാംസ്, കോച്ചിങ്, ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ, ഇതാണ് വേണ്ടത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ 19. To satisfy the social and psychological needs, which types of incentives are needed? Explain 2 types of such incentives. അതിൻ്റെ ആൻസർ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. അതിൽ വരുന്ന 2 ടൈപ്സ് നമുക്ക് സ്റ്റാറ്റസ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, കരിയർ അഡ്വാൻസ്മെൻറ്റ്, ഓപ്പർച്യൂണിറ്റി, ജോബ് എൻറിച്ച്മെൻറ്റ്, അതൊക്കെ എഴുതാം. Question 20. Consumers have some responsibility while purchasing and consuming goods and services. State any 3 consumer responsibilities in this regard. Consumer responsibilities വരുന്നത് awareness by only standardized goods, understand the risk associated with the products and services, read the labels carefully, honest in dealings. ഇതൊന്നും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനേ അല്ല. ഇതൊക്കെ എന്താണ് എനിക്കറിയില്ല, ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചേക്കുന്നത് എന്നുള്ളത്. ദെൻ ക്വസ്റ്റ്യൻ 21. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ 3 ബ്രോഡ് ഫിനാൻഷ്യൽ ഡിസിഷൻസ്. വാട്ട് ആർ ദേ? അതിൻ്റെ ആൻസർ വേണ്ടത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് റെഫർ ടു ഇൻ ദ ഫോളോയിങ്. ക്വസ്റ്റ്യൻ എ. The technique put forward to differentiate the efficient worker from the inefficient worker. അതിൻ്റെ ആൻസർ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ആണ്. ആക്ച്വലി ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് എന്ന് കാണുമ്പോൾ അതിലുണ്ട്, പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടുമോ എന്നുള്ളതൊരു ഡൗട്ടാണ് കുട്ടികൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ ബി. ദ ടെക്നിക് സജസ്റ്റഡ് വിത്ത് എ വ്യൂ ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയ്ഡ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക്. അതിൻ്റെ ആൻസർ ഇസ് ടൈം സ്റ്റഡി. ടൈം സ്റ്റഡി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വേറൊരെണ്ണത്തിൽ നോക്കിയപ്പോൾ വർക്ക് സ്റ്റഡിയും കണ്ടിട്ടുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കാം. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സജസ്റ്റഡ് ബൈ ഹെൻറി ഫയോൾ. ഫസ്റ്റ് വൺ, ഡിവിഷൻ ഓഫ് വർക്ക്. അത് നിങ്ങൾക്കറിയാലോ. ഡിവൈഡിങ് ദി വർക്ക് ഇൻ ടു സ്മോൾ tasks or jobs and assigning each of them to competent persons according to their ability and qualification is called division of work. Then unity of direction വരുന്നത് principle states that each group of activities having the same objective must have one head and one plan. Then scalar chain refers to chain of superiors ranging from ultimate authority to the lowest ranks. Then equity എന്ന് പറയുന്നത് this principle emphasizes kindliness and justice in the behavior of managers towards workers. Then അടുത്തത് match the following. A. Consumption habits. Column B third one, social environment. B. Ideology of government. Column B second one, political environment. C. Volume of exports and imports. Column B fifth one, economic environment. D. Scientific improvements. Column number B first one, technological environment. Next, write short notes on ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചർ. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ചോയ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. ഇറ്റ് റെഫേഴ്സ് ടു യൂസ് ഓഫ് ഫിക്സ്ഡ് ഇൻകം സെക്യൂരിറ്റീസ് സച്ച് ആസ് ഡിബെഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ക്യാപിറ്റൽ ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ സോ ആസ് ടു ഇൻക്രീസ് ദ റിട്ടേൺ ഓൺ ഇക്വിറ്റി ക്യാപിറ്റൽ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് വന്നത് it refers to the type of securities to be issued and proportionate amount that make up the capitalization.
The next question, 26th question. Public Relations Department performs various functions. What are they? പബ്ലിക് റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല ഇതുവരെ നോക്കിയിട്ട്. അതിൻ്റെ പബ്ലിക് റിലേഷൻസ് എവിടെയാണ് ഈ ചാപ്റ്ററാണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്ക് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ ഗൂഗിളിൽ നിന്ന് എടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു ആക്ച്വലി. ഏതായാലും ഞാൻ ഗൂഗിളിൽ നിന്നുള്ള ആൻസർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വരുന്നത് മീഡിയ റിലേഷൻസ് ആൻഡ് പബ്ലിസിറ്റി, ഇമേജ് ആൻഡ് റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ്, ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിറ്റി റിലേഷൻസ്, ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസിൽ വരുന്നത്. ഇനി ആദ്യം തന്നെ എന്താണ് പബ്ലിക് റിലേഷൻസ് എന്ന് കുട്ടികൾക്ക് അറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ. അതെന്ന് പറഞ്ഞാൽ മാനേജിങ് ഹൗ പീപ്പിൾ സീ ആൻ ഓർഗനൈസേഷൻ, ബിൽഡിംഗ് ഗുഡ് റിലേഷൻസ് വിത്ത് പബ്ലിക്, മീഡിയ ആൻഡ് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അങ്ങനെ ഒരു ഇതാണ് വരുന്നത് കേട്ടോ. The next one, 27. A good control system helps the organization in various ways. Explain any 4 points to support this statement. അപ്പോൾ ആ ഒരു ഇമ്പോർട്ടൻസ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് കൺട്രോളിംഗ് ആണ് എൻ്റെ ആൻസറിൽ വരുന്നത്. അക്കംപ്ലിഷിംഗ് ഓർഗനൈസേഷണൽ ഗോൾസ്, ജഡ്ജിങ് ആക്യുറസി ഓഫ് സ്റ്റാൻഡേർഡ്സ്, മേക്കിംഗ് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ഇംപ്രൂവിംഗ് എംപ്ലോയി മോട്ടിവേഷൻ. ദെൻ ക്വസ്റ്റ്യൻ 28. എക്സ്പ്ലെയിൻ എനി 5 ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ഇത് എപ്പോഴും പറയാനുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്. Planning leads to rigidity. Planning may not work in a dynamic environment. Planning reduces creativity. Planning involves huge cost. Planning is time-consuming process. It doesn't guarantee success. അതൊക്കെ വരും. What is coordination? Question 29. What is coordination? Explain any 4 features of it. കോർഡിനേഷനിൽ വന്നത് okay. Coordination is, it refers to process of integrating the activities of different units of an organization to achieve the goals. അതിലത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ it integrates group efforts, it ensures unity of action, it is a continuous process, it is an all-pervasive function. അതൊക്കെ എഴുതാം. Then what is fixed capital? Question number 30. What is fixed capital? Explain any 4 factors affecting fixed capital requirement of a firm. അത് വരുന്നത് fixed capital refers to investment in long term or fixed assets like building, plant, machinery, etc. Factors affecting വരുന്നത് nature of business, scale of operation, choice of technique, technology upgradation, growth prospects, diversification, financing alternatives, level of collaboration. ഇതൊക്കെയാണ് ഏതെങ്കിലും 4 എണ്ണം. What is fixed capital എന്ന് ഒരു മാർക്ക്, 4 ഫാക്ടേഴ്സിന് 4 മാർക്സ്. 31. State any 2 circumstances under which the functional structure will prove to be an appropriate choice. So ഇതിൻ്റെ ആൻസർ okay. The structure of organization is suitable when the size of organization is large, where there are diversified activities and where a high degree of specialization is required. അതാണ് അവിടെ വരുന്നത്. Then B. This determines the level of management in the organization structure. Identify it and explain. അവിടെ വരുന്നത് നമ്മുടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ സംഭവമാണ് അത് വരുന്നത്. അതായത് നമ്മുടെ ഹയറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് പൊസിഷൻസ്, ആ ഒരു സംഭവമില്ലേ, ആ ഒരു സംഭവമാണ് അത് വരേണ്ടത്. അതായത് നമ്മുടെ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. എൻ്റെ ഒരു ഐഡിയയിൽ ഇതാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണെങ്കിൽ അത് പറയാം. ഓക്കെ, കമൻറ്റ് ചെയ്യാം. എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. അതാണ് എസ്സേ. അതിൽ വന്നത് പ്രിലിമിനറി സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ, reference and background checks, selection decision, medical examination, job offer, contract of employment. Then 33, the elements of marketing mix are popularly known as 4 P's of marketing. Briefly explain. So 4 P's of marketing വരുന്നത് price, product, place, promotion. അതിനെ പറ്റിയിട്ട് എഴുതാനാണ്. Then next, what is leadership? Leadership എന്ന് പറയുമ്പോൾ it can be defined as a process of influencing the behavior of employees at work towards accomplishment of organizational goals. ബേസിക് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത്
ഓട്ടോക്രാറ്റിക് ലീഡർ, ഡെമോക്രാറ്റിക് ലീഡർ, ലേസർ ഫെയർ ലീഡർ അത് എഴുതാം. എക്സ്പ്ലെയിൻ ദ നീഡ് ഫോർ ലീഡർഷിപ്പ്, അത് ഇമ്പോർട്ടൻസിൽ വരുന്നതാണ്. ലീഡർ ഇൻസ്പയർസ്, സപ്പോർട്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസസ് ബിഹേവിയർ ഓഫ് സബോർഡിനേറ്റ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. 3 പോയിന്റ്സ് എഴുതാം. ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ഹെൽപ്സ് ടു അച്ചീവ് എ ഹാർമോണിയസ് റിലേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് സബോർഡിനേറ്റ്സ്. ലീഡർഷിപ്പ് ഹെൽപ്സ് ടു ക്രിയേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് എംപ്ലോയീസ് ബൈ പ്രൊവൈഡിങ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. സോ ഓവറോൾ വെരി ടഫ് എക്സാം. അതാണ് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു അഭിപ്രായം. കുട്ടികൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.